ഭൂമാഫിയയുടെ ഭീഷണിയും സമ്മർദ്ദവും മൂലം ഇടുക്കിയിൽ ഗൃഹനാഥൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. നെടുങ്കണ്ടം പുഷ്പകണ്ഠം സ്വദേശിയായ നടരാജനാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കീടനാശിനി കഴിച്ച് ഗുരുതരാവസ്ഥയിലായ ഗൃഹനാഥൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 8-നാണ് നടരാജൻ കീടനാശിനി കഴിച്ചത്. കൂലിവേലക്കാരനായ നടരാജൻ വീട് വെക്കുന്നതിനായി പുഷ്പകണ്ഠത്ത് റോഡരികിൽ 5 വർഷങ്ങൾക്ക് മുൻപ് 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. കഴിഞ്ഞിടെ വീട് നിർമ്മിക്കാൻ തറ ഒരുക്കുന്ന ജോലികൾ ആരംഭിച്ചു. മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മുതൽ ചിലർ നിരന്തര പരാതികളുമായി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതായാണ് ആരോപണം. വില്ലേജ് ജീവനക്കാർ എന്ന പേരിലെത്തിയ 2 സ്ത്രീകൾ ജോലി നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടു. ബാങ്ക് വായ്പ തരപ്പെടുത്തി വീട് നിർമ്മിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തുടർച്ചയായി തടസ്സങ്ങൾ നേരിട്ടതോടെ നടരാജൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്നും ഇതാണ് ജീവനൊടുക്കാൻ ഇടവരുത്തിയതെന്നും ഭാര്യ ഷീല പറഞ്ഞു. വീട് വെക്കാനായിട്ട് 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. 5-6 വർഷം മുന്നേ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. ഒരു വീട് വെക്കാനായിട്ട് മണ്ണെടുത്ത് ഈ കല്ല് പൊട്ടിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ വില്ലേജിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞ് 2 സ്ത്രീകൾ ഇവിടെ വരികയും നിർത്തിവെക്കണമെന്നും ലോറിക്ക് ഇവിടുന്ന് കല്ലടിക്കുകയാണെന്ന് പറഞ്ഞ് പരാതി ചെന്നെന്ന് പറയുകയും ഈ പണി നിർത്തിവെക്കാത്ത പക്ഷം അവർ പറയുന്ന പിഴത്തുക അടയ്ക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം ആകെ ഭയന്ന് ഒരു ഭയങ്കര വിഷമത്തിൽ സങ്കടാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. മുൻപ് ഭൂമി വിൽക്കുന്നുണ്ടോ എന്ന് ചിലർ ഇവരോട് ചോദിച്ചിരുന്നു. ടൂറിസം സാധ്യതകൾ ഉള്ള മേഖലയാണ് ഇവിടം. ഭൂമാഫിയയുടെ ഇടപെടലാണ് നിർധന കുടുംബത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ ഈ 10 സെന്റുകാരൻ, അതായത് ഒരു പെര വെക്കാൻ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവിടെ മണ്ണെടുത്തിന് ഇച്ചിരി കല്ല് പൊട്ടിച്ചിന് ഇത്ര പ്രശ്നമാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യും? നമുക്കൊരു പെര വെക്കാൻ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ഭൂമാഫിയയുടെ ഒരു വലിയ ഒരു നേതൃത്വം തന്നെ ഇതിന് മുന്നേ പറയിലുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബലമായ സംശയം. അതേസമയം കുടുംബ പ്രശ്നം മൂലമാണ് നടരാജൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി പോലീസിലും ലീഗൽ സർവീസ് കമ്മിറ്റിക്കും ജനകീയ കൂട്ടായ്മ പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.